ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും അബീസ് ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് 7th-കാരുടെ ടെക്സ്റ്റ് ബുക്കായിട്ടാണ്, ഹിന്ദി ടെക്സ്റ്റ് ബുക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൂടെയൊക്കെ നമ്മുടെ ഗുൽമോഹർ മരത്തിൻ്റെ ജന്മദിനത്തിലൂടെയാണ് അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിലെ ഒരു നോട്ടീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നോട്ടീസിലെ പോസ്റ്ററിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഒരു ഗുൽമോഹർ മരത്തിൻ്റെ താഴെ അല്ലേ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ. ആ പോസ്റ്റർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവും അല്ലേ, മക്കളെല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെയ്യാത്തവർക്കായിട്ട് ഞാനൊരു ചെറിയൊരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു പോസ്റ്റർ എങ്ങനെയായിരിക്കും ഒരു പോസ്റ്റർ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോളുക, അല്ലാത്തവർ നിങ്ങളുടെ ചെയ്തത് എങ്ങനെയുണ്ടെന്നൊക്കെ അത് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പേജിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. പേജ് നമ്പർ 13 നമ്മൾ എടുക്കാനുള്ളത് അല്ലേ, അടുത്ത ലെസൺ, അടുത്ത ഭാഗം എടുക്കാനുള്ളത്. നോക്കാം, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ട്. എന്താണ് കാണുന്നത്? വിശ്വ പര്യവരൺ ദിവസ്. എന്താണ് വിശ്വ പര്യവരൺ ദിവസ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ദിനമാണ് അല്ലേ. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ ഒരു പോസ്റ്ററാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാൻ എക്സാമിന് വരും. പരിസ്ഥിതി ദിവസത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം തന്നിട്ട് അതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ എന്തായാലും പരീക്ഷയ്ക്കുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ ഒരു ഉദാഹരണമായിട്ട് ഒരു എക്സാമ്പിളായിട്ട് അവരവിടെ തന്നിരിക്കുകയാണ് കേട്ടോ. പരിസ്ഥിതി ദിനത്തിന് അതിനോടനുബന്ധിച്ച ഒരു പാഠഭാഗം തന്നെയാണ് അല്ലേ നമ്മുടെ ഈ ഗുൽമോഹറിൻ്റെ ലെസൺ എന്ന് പറയുന്നത്. നോക്കാം, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം ഇങ്ങനെ നോക്കാം. നോക്കൂ, അതിന് താഴെ എഴുതിയിട്ടിരിക്കുന്നുണ്ട് അല്ലേ. ജന്മദിൻ കി ബധായി ഹോ ഗുൽമോഹർ, നിർമ്മലിനെ ഹസ്കർ കഹ. അപ്പോൾ നിർമ്മലിൻ്റെ കൂട്ടുകാരൊക്കെ വന്നു അല്ലേ, നമ്മുടെ മീനയുടെ കൂട്ടുകാരികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജന്മദിനത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് അവർ. ജന്മദിന ആശംസകൾ ഗുൽമോഹർ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് മരത്തിനോട് പറയണം. മീന അബ് ബത്താവോ ഗുൽമോഹർ കാ ജന്മദിൻ ക്യൂ മനാ രഹി ഹോ, നിർമ്മലിനെ പൂച്ച. എന്താണ് പറഞ്ഞത്? നിർമ്മലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്തുകൊണ്ടാണ് നീ മരത്തിൻ്റെ മീനയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിർമ്മല, എന്തുകൊണ്ടാണ് നീ മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതെന്ന് അല്ലേ. അപ്പം മീന എന്താ പറഞ്ഞത്? നീ വായോ, വന്നിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനയോട് ചോദിക്കുകയാണ്, മീന അബ് ബത്താവോ, ഇനിയെങ്കിലും പറയൂ, ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാ രഹിയോ, നീ എന്തിനാണ് ഗുൽമോഹറിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്? നിർമ്മൽ ചോദിച്ചു. യഹ് ബേച്ചാര പിछले രവിവാർ കോ ഹി കട്ടാ ജാനെ വാലാ ഥാ, മീന ബോലി. മീന എന്താ പറഞ്ഞ? മീന ബോലി, മീന പറഞ്ഞു. എന്താ പറഞ്ഞത്? യഹ് ബേച്ചാര, ഈ പാവം, ബേച്ചാര എന്ന് പറഞ്ഞാൽ പാവം കേട്ടോ. ഈ പാവം പിछले രവിവാർ കോ ഹി, കഴിഞ്ഞ ഞായറാഴ്ച, കട്ടാ ജാനെ വാലാ ഥാ, എന്താണ്, അവനെ മുറിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അല്ലേ. ഈ പാവത്തിനെ കഴിഞ്ഞ ഞായറാഴ്ച മുറിക്കാൻ തീരുമാനിച്ചതായിരുന്നു. ക്യോം, എന്തിനാണ് മുറിക്കാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ട് അല്ലേ, എന്തിനാണ് മുറിക്കാൻ തീരുമാനിച്ചത്? क्योंकि इस पर फूल नहीं आ रहे थे, क्योंकि इस पेड़ पर फूल नहीं आ रहे थे. എന്താണ് ഇത്? ഈ മരത്തിൽ എന്ത് വരുന്നുണ്ടായിരുന്നില്ല? പൂക്കൾ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. 6 साल पहले घर तैयार हो जाने के बाद माँ ने बगीचा लगवाया. എന്താണ്? 6 വർഷം മുമ്പ് അല്ലേ, 6 साल पहले 6 വർഷം മുമ്പ്, ഘർ തയ്യാർ ഹോ ജാനെ കെ ബാദ്, വീട് പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം, മാനെ ബഗീച്ച ലഗ്വായ, അമ്മ എന്ത് ചെയ്തു? ബഗീച്ച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം ഉണ്ടാക്കി. ഹരി ഘാസ് ലഗ്വായി, പച്ച പുല്ലൊക്കെ ഉണ്ടാക്കിയില്ലേ, ലോണൊക്കെ വെച്ച് പിടിപ്പിച്ചു. ഫൂലോങ്കി ക്യാരിയാം ബൻവായി, എന്താണ്, പൂക്കളുടെ തടങ്ങളൊക്കെ അല്ലേ, പൂച്ചെടികളുടെ തടങ്ങളൊക്കെ ഉണ്ടാക്കി. ക്യാരിയാം, തടങ്ങൾ ഒക്കെ ഉണ്ടാക്കി. അമ്രൂദ് ആം ഔർ ഗുൽമോഹർ കെ ദോ പൗധേ ലഗ്വായേ. എന്താണ് അമ്രൂദ് എന്ന് പറഞ്ഞാൽ പേരയ്ക്ക അല്ലേ, ആം മാവ് മാങ്ങ, പിന്നെ ഗുൽമോഹർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുൽമോഹർ മരം. ഇതിൻ്റെയൊക്കെ ദോ പൗധേ ലഗ്വായേ, ഈ 2 ചെടികൾ വെച്ച് പിടിപ്പിച്ചു. പിന്നെയോ ഏക് മേസെ ലാൽ ഔർ ദൂസരെ മേസെ പീലേ രംഗ് കെ ഫൂൽ നിക്കൽനെ ചാഹിയേ ഥേ. എന്താണ്? ഒന്നിൽ നിന്ന് ചുവന്ന കളറിലുള്ളതും ലാൽ രംഗ്, പിന്നെ ഔർ ദൂസരെ മേസെ പീലെ, മറ്റതിൽ നിന്ന് എന്താണ്, അടുത്തതിൽ നിന്ന് പീലെ മഞ്ഞ നിറത്തിലുള്ളതുമായ ഫൂൽ നിക്കൽനെ ചാഹിയേ ഥേ,
മഞ്ഞ നിറത്തിലുള്ളതുമായ പൂക്കൾ വരാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതാണ് അങ്ങനെയുള്ള ചെടിയാണ് വെച്ച് പിടിപ്പിച്ചത് അല്ലേ. पेड़ लगाने के कुछ साल बाद एक में से पीले रंग के फूल निकल आए. മരം വെച്ച് ചെടി വെച്ച് പിടിപ്പിച്ചതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒന്നിൽ നിന്ന് മഞ്ഞ കളറിലുള്ള പൂവ് വന്നു. ലേക്കിൻ ഇസ് പേഡ് പർ 14 സാൽ ബി ഫൂൽ നഹി ആയേ. പക്ഷേ ഈ മരത്തിൽ 4 കൊല്ലം കഴിഞ്ഞിട്ടും എന്ത് വന്നില്ല? പൂക്കളൊന്നും വന്നില്ല. അച്ഛാ തോ ഫിർ നിർമ്മലിനെ പൂച്ച. പിന്നെന്താണ്? അപ്പോൾ ഇങ്ങനെ കഥ ഇങ്ങനെ കേട്ടിട്ടേ ഇരിക്കുകയാണ് അല്ലേ ഇവർ. അപ്പോൾ എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിർമ്മലിനെ പൂച്ച, നിർമ്മൽ ചോദിച്ചു അല്ലേ. അപ്പോൾ അടുത്തത് നോക്കൂ. മാനെ കഹ, അമ്മ പറഞ്ഞു, ഇസ് പേഡ് കോ കട്വാ കർ ദൂസരാ ലഗ്വാത്തേ ഹേ. എന്താ പറഞ്ഞ അമ്മ? ഈ മരത്തിനെ മുറിച്ചിട്ട് നമുക്ക് അടുത്ത ഒരു ചെടി നടാമെന്ന് പറഞ്ഞു. പർ മേ ഇസ് പേഡ് കോ ബഹുത് ചാഹത്തി തീ. പക്ഷേ എനിക്ക് ഈ മരം വളരെ ഇഷ്ടമായിരുന്നു അല്ലേ, ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. മേ സോച്ചത്തി, ഞാൻ ആലോചിച്ചു എന്ത്? ഇസ് പേഡ് പർ ഫൂൽ തോ നെഹി ആയേ. അവൾ ആലോചിച്ചത് എന്താണ്? ഈ മരത്തിൽ പൂക്കളൊന്നും തന്നെ വന്നില്ല. ഇസ് പേഡ് പർ ഫൂൽ തോ നെഹി ആയേ മഗർ ഇസ്കെ പത്തേ ഔർ ഇസ്കി ഡാലേം കിത്നി സുന്ദർ ഹേ. പൂക്കളില്ലെങ്കിലും ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ ശിഖിരങ്ങളും അല്ലേ, കൊമ്പുകളൊക്കെ എത്ര മനോഹരമാണ് എന്ന്. കിത്നി സുന്ദർ ഹേ, എത്ര മനോഹരമാണല്ലേ. കിത്നി ഠണ്ടി ഠണ്ടി ഛായ ദേത്തി ഹേ. എന്താണ്? എത്ര തണുത്ത തണലാണ് അല്ലേ തരുന്നത്. നല്ല കുളിർമയുള്ള തണലാണ് ഇത് നൽകുന്നത്. ഛായ എന്ന് പറഞ്ഞാൽ തണലാണ് കേട്ടോ. और मेरे कमरे की खिड़की से यह कितना अच्छा लगता है. പിന്നെന്താണ്? നമ്മുടെ മീനയുടെ മുറിയിലെ മീനയുടെ റൂമിൻ്റെ ജനലിലൂടെ നോക്കുമ്പോൾ ഇത് വളരെ നല്ല ഒരു മനോഹരമായ കാഴ്ചയാണ് ഇതിനെ നോക്കുമ്പോൾ കിട്ടുന്നത് അല്ലേ. മേ സോച്ച്തി, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇസ് പേഡ് പർ ഏക് ന ഏക് ദിൻ ജറൂർ ഫൂൽ ആയെങ്കിൽ. എന്താണ്? ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കുമായിരുന്നു, ഈ മരത്തിൽ എന്തായാലും ഒരു ദിവസം എന്തായാലും ഇതിൽ പൂക്കൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മാനെ പക്കാ ഫേസ്ല ലിയ. എന്താണ്? അമ്മ പക്കാ ഫേസ്ല, ഉറച്ച തീരുമാനത്തിലെത്തി അല്ലേ. എന്താണ് ഉറച്ച തീരുമാനം? ലിയാത്ത പേഡ് കട്ട്വാനേക്ക, മരം എന്തായാലും മുറിക്കും. ഇതിൽ വെറുതെ പൂവും വരുന്നില്ല, വെറുതെ എന്തിനാ അത് എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലേ, വളർത്തിക്കൊണ്ട്. അപ്പോൾ ഇത് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് വേറൊരു മരം അവിടെ ചെടി അവിടെ നടാമെന്ന് അമ്മ ഉറച്ച തീരുമാനത്തിലെത്തി. മേനെ മാസെ ബഡേ പ്യാർസെ കഹ, ഞാൻ അമ്മയോട് വളരെ സ്നേഹത്തോടു കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞ? മാ അഗർ അഗ്ലി ഗർമി മേ ഭി ഇസ് പർ ഫൂൽ ന ആയേ തോ ആ ബേഷക് ഇസെ കട്ട്വാ ദീജിയെ. എന്താ പറഞ്ഞ? അമ്മ നമുക്ക് നോക്കാം എന്ത് അടുത്ത പ്രാവശ്യം, അതായത് വേനൽക്കാലത്താണ് പൂവുണ്ടാവുക കേട്ടോ, ഇതിന് ഗുൽമോഹറിൽ പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഗർമി എന്ന് പറഞ്ഞാൽ അടുത്ത വേനൽക്കാലത്തും ഇതിൽ പൂ വന്നില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇതിനെ മുറിച്ച് കളയാം എന്ന് പറഞ്ഞു. ഒരു വർഷം കൂടി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു അതിനെ. മേ ചുപ്കെ ഇസേ കുച്ച് ഓർ പാനി ദേ ആത്തി. അപ്പോൾ എന്താണ്? ഇവള് എന്ത് ചെയ്യാൻ തുടങ്ങി? മീന വെറുതെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ട് ചുപ്കെ ആരും കാണാതെ എന്നുള്ളതാണ്. എപ്പോഴും മെല്ലെ പോയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? കുറേശ്ശെ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. കിന്തു ഈസ് ഗർമി മേ ബി ഈസ് പർ ഫൂൽ കോയി ഫൂൽ നെഹി ഖില. പക്ഷേ ഈ എന്താ പറയുക, വേനൽക്കാലത്തും ഈ ഗർമിയിലും ഈ വേനൽക്കാലത്തും ഇസ് പർ കോയി ഫൂൽ നെഹി ഖില, ഒരു പൂവും ഇതിൽ വന്നില്ല. ഇസ് പർ മേ ബഹുത് ഉദാസ് തീ. പക്ഷെ അത് കാരണം ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്താണ്? പൂ വന്നില്ലെങ്കിൽ എന്തായാലും ഇതിനെ മുറിക്കും അല്ലേ. മേനെ സോച്ച മാ ഇസ്കോ ജറൂർ കട്ട്വാ ദേങ്കി. ഞാൻ ആലോചിച്ചു, അമ്മ ഇതിനെ എന്തായാലും മുറിക്കും, പൂക്കൾ വന്നിട്ടില്ല, അപ്പം അമ്മ ഇതിനെ എന്തായാലും മുറിക്കും. ഏക് ദിൻ മാനെ മാലി സേ കഹ. ഒരു ദിവസം അമ്മ മാലി സേ കഹ. മാലി ആരാണ്? ഈ എന്താ പറയുക, പൂക്കളൊക്കെ നോക്കുന്ന ഗാർഡനറില്ലേ, ഗാർഡനറിനെയാണ് മാലി എന്ന് പറയുന്നത്. മാലിയോട് പറഞ്ഞു, ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ ഔർ ഇസ്കി ജഗ പർ ദൂസരാ ഗുൽമോഹർ ലഗാവോ. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ഗുൽമോഹർ കോ കാട്ട് ദോ ഔർ ഇസ്കി ജഗ പർ ദൂസരാ ഗുൽമോഹർ ലഗാവോ. അപ്പോൾ ഈ മരത്തിനെ വെട്ടി മാറ്റിയിട്ട് ദൂസരാ ഗുൽമോഹർ, വേറെ ഗുൽമോഹർ കൊണ്ടുവന്ന് നട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വെച്ച് പിടിപ്പിക്കാൻ മാലിയോട് പറയുന്നത്. മാലി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗാർഡനറാണ് കേട്ടോ. അപ്പോൾ അയാളോട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതോടുകൂടി ഇവൾ ഫുള്ളായിട്ട് ഭയങ്കര
നോക്കൂ, മേ സാരേ ദിൻ ബഹുത് ഉദാസ് രഹി, എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര സങ്കടത്തിലായി ഇവള്. ആര്? മീന. കൽ തോ മേരാ പ്യാരാ പേഡ് ഹോഗാ ഹി നഹി, നാളെ എൻ്റെ പ്രിയപ്പെട്ട മരം ഉണ്ടാവുകയേയില്ല അല്ലേ, ജനൽ തുറക്കുമ്പോൾ കാണുന്ന ആ മരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇരുന്നു. ദൂസരേ ദിൻ സുബഹ് മാ മുझे ജഗാത്തെ ഹുയേ ബോലി, അടുത്ത ദിവസം രാവിലെ അമ്മ എന്നെ വിളിച്ചുണർത്തിക്കൊണ്ട് പറഞ്ഞു, മീന മീന ഉഠോ ഉഠോ തുമേ കുച്ച് ദിഖാവും, മീന എണീക്ക് അല്ലേ, എഴുന്നേക്ക്, വേഗം വായോ, എന്താണ്, ഞാൻ നിനക്ക് കുറച്ച് ഒരു കാഴ്ച കാണിച്ചു തരാം. തുമേ കുച്ച് ദിഖാവും, നിനക്ക് കുറച്ച് കാഴ്ച കാണിച്ചു തരാം അല്ലേ. ജറാ ഗുൽമോഹർ കോ ദേക്കോ, നീ ആ ഗുൽമോഹർ മരത്തിനെ ഒന്ന് നോക്ക്. കഹാ ക്യാ മേ ആഖേ മൽത്തേ ഹുയേ ദേഖ്നേ ലഗി, എന്താണ്, എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് പോയി നോക്കി അല്ലേ. ആരെ? ഗുൽമോഹറിനെ നോക്കി. ധ്യാൻ സേ ദേഖോ, എന്താണ്, നല്ല ശ്രദ്ധയോടുകൂടെ നോക്ക്. ഗുൽമോഹർ കെ പത്തോം കെ ബീച്ച്, ഗുൽമോഹറിൻ്റെ ആ ഇലകളുടെ ഇടയിൽ നല്ല സൂക്ഷിച്ച് നോക്ക് എന്ന് പറയണം. ഫൂൽ ഗുൽമോഹർ പർ ഫൂലായേ, എന്താണ്, ഫൂൽ പൂക്കൾ അല്ലേ, എന്താണ്, പൂവ്, ഗുൽമോഹറിൽ പൂക്കൾ ഉണ്ടായിരിക്കുന്നു. മേ ഖുഷി സേ നാച്നേ ലഗി, ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദേഖോ ദേഖോ മാ മേ കഹത്തി थी ना एक न एक दिन ले कि इस पर गर्मी में मेरे गुलमोहर पर ഫൂൽ ആയെങ്കിൽ മേ ബോലി, എന്താണ്, അമ്മയോട് പറഞ്ഞു, ദേക്കോ ദേക്കോ അമ്മ നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാവശ്യം എന്തായാലും ഗുൽമോഹറിൽ പൂക്കൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. പഹലി ബാർ ആയേ 5 ചഹ് ലാൽ ഫൂൽ ഹരേ ഹരേ പത്തോ മേസേ ജാങ് രഹേ തേ, എന്താണ്, ആദ്യമായിട്ട് വന്ന 5-6 പൂക്കളുണ്ട് അല്ലേ. ഹരേ ഹരേ പത്തോ മേസേ, നല്ല പച്ച കളറിലുള്ള ഇലകളുടെ ഇടയിലിങ്ങനെ ജാങ് രഹേ തേ, തൂങ്ങിക്കിടക്കുകയാണ് അല്ലേ, എത്തി നോക്കുന്ന പോലെ അല്ലേ. കിത്തനെ സുന്ദർ ലഗ് രഹേ തേ, എന്താണ്, എത്ര മനോഹരമായ കാഴ്ചയാണത്. മേ ഭാഗ് കർ നീച്ചെ ബഗീച്ചെ മേ ഗയി, ഞാൻ ഓടി താഴെ എവിടെ വന്നു, ബഗീച്ചയിൽ, പൂന്തോട്ടത്തിൽ വന്നു. എന്നിട്ട് और ഗുൽമോഹർ കെ പേഡ് സേ ലിപ്പട്ട് ഗയി, എന്നിട്ട് ഞാൻ ഗുൽമോഹർ മരത്തിനെ കെട്ടിപ്പിടിച്ചു. ലിപ്പട്ട് ഗയി എന്ന് പറഞ്ഞാൽ വാരിപ്പുണർന്നു എന്നാണ് അർത്ഥം. കിത്തനി അച്ചി ബാത്ത് ഹുയി, അപ്പോൾ ഇതൊക്കെ പറയുകയാണ്, ആരോടാണ് പറയുന്നത്, കൂട്ടുകാരികളോട് പറയണല്ലേ. അപ്പോൾ കിത്തനി അച്ചി ബാത്ത് ഹുയി, എത്ര നല്ല കാര്യമായത്. ഇസ് ബേച്ചാരെ പർ ഫൂലാകെ, ഈ പാവത്തിൽ പൂവുണ്ടായത് എത്ര നല്ല കാര്യമായി. നിർമ്മൽ ബോലി, നിർമ്മൽ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് പേജാണ് കേട്ടോ. ഹാ മീന ബോലി, മീന പറഞ്ഞു, ശരിയാണ്, മീന പറഞ്ഞു. ഫിർ മാ ഭി ബഗീച്ചേ മേ ആ ഗയി, അപ്പോൾ അമ്മയും വീണ്ടും എവിടെ വന്നു, ബഗീച്ചയിലേക്ക് വന്നു, പൂന്തോട്ടത്തിലേക്ക് വന്നു. മേനെ മാസെ കഹ, ഞാൻ അമ്മയോട് പറഞ്ഞു, മാ മേ അപ്നെ ഗുൽമോഹർ കി 5വീं വർഷഗാഠ് മനാവുങ്കി, അമ്മ ഞാൻ ഗുൽമോഹറിൻ്റെ 5ാം വാർഷികം ആഘോഷിക്കും. മേ അപ്നി സഹേലിയോം കോ ദാവത്ത് ദൂങ്കി, ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്കെല്ലാം ദാവത്ത് ദൂങ്കി എന്ന് പറഞ്ഞാൽ വിരുന്ന് നൽകും. മാനെ ഖുഷ് ഹോക്കർ കഹ, അമ്മ സന്തോഷത്തോടു കൂടി പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്താ പറഞ്ഞത്, ജറൂർ തീർച്ചയായും, യഹി ഗുൽമോഹർ കി ചായാമേ ദാവത്ത് കരോ, ഈ ഗുൽമോഹറിൻ്റെ തണലിൽ തന്നെ നീയെ വിരുന്നൊരുക്കിക്കോളൂ. അപ്നി സബ് സഹേലിയോം കോ ബുലാവോ, തൻ്റെ എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചോളൂ എന്ന് അമ്മ മീനയോട് പറഞ്ഞു. മീന ജബ് കഹാനി സുനാ ചുക്കി തോ ഉസ്നെ ഗുൽമോഹർ കി തരഫ് ദേക്ക, എന്താണ്, മീന കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് പറഞ്ഞു, എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഗുൽമോഹറിൻ്റെ ഗുൽമോഹറിൻ്റെ നേരെ ഒന്ന് നോക്കി. ഉസ്കോ ऐसा लगा जैसे ഗുൽമോഹർ ബി അപ്നി കഹാനി സുൻതാ സുൻതാ മുസ്കുരാ രഹാ താ, എന്താ തോന്നിയത്, അവൾക്ക് തോന്നിയത് തൻ്റെ കഥ കേട്ടിട്ട് ഗുൽമോഹറും തന്നെ നോക്കി ചിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ഗുൽമോഹറിൻ്റെ ജന്മദിനം എന്നുള്ള ഈ കഥ ഇവിടെ കഴിഞ്ഞു അല്ലേ. ഇനി നമുക്കിതിൻ്റെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, കുറച്ച് വലിയ കഥയല്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. കഥയും കാര്യങ്ങളും എല്ലാം മീനിങ്സൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഥ നന്നായിട്ട് വായിച്ച് നോക്കണം. എന്നിട്ട് മീനിങ്സ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അറിയാത്ത മീനിങ്സ് ഉണ്ടെങ്കിൽ
അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മൾ മലയാളത്തിൽ പെൻസിൽ കൊണ്ട് ആ വേർഡിൻ്റെ മുകളിലായിട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേഗം മീനിങ്സിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ട് കഥ വായിച്ചിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ കഥ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻസിലൂടെ എനിക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.